ആഹാ, ഇതെന്താ ഹിറ്റ്ലർ, ഇതുവരെ റെഡിയായില്ലേ? ഞാൻ റെഡിയായി. എനിക്കിനി പൂവും കൂടെ വെച്ചാ മതി. ഈ ഡ്രസ്സാണോ ഇന്ന് ഇടുന്നത്? അതെ. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? കൊള്ളാം, പക്ഷേ ഇന്നിതിടണ്ട. ഞാൻ ഏത് ഡ്രസ് ഇടണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ ഏത് ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാ. പക്ഷേ ഇന്ന് ഈ ഡ്രസ് ഇടണ്ട. ഇന്ന് ദേ ഈ കുർത്തിമുണ്ടും മതി. ഇതെവിടുന്നാ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയതാ. നമ്മള് വെഡിങ് സെന്ററിൽ സാരി എടുക്കാൻ പോയില്ലേ, അപ്പോ അവിടെ കണ്ടൊരു കുർത്തിമുണ്ടാ. കണ്ടപ്പോ തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടായി. ഇഷ്ടായോ? തീരെ ഇഷ്ടപ്പെട്ടില്ല. കൊണ്ടുപോടി ബേക്കറിക്കാരി. എനിക്ക് ഡ്രസ് എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞു? അല്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നി, ഞാൻ എടുത്തു. ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിടണ്ട കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എടാ, നീ ഇതൊരു ഒരുങ്ങില്ലേ? കഴിഞ്ഞടാ. എങ്ങനെയുണ്ട്? ആ, കൊള്ളാലോടാ. അല്ല, ചിത്രം എവിടെ? പിന്നെ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? എവിടെ? വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാ. എടാ, തിരുവോണമായിട്ട് വഴക്കും പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. അതെ, ചിത്രയോട് ഞാൻ സംസാരിക്കാം. അവളോടെ രാവിലെ അടുക്കള കയറിയതാ. ഓ, കൂട്ടിന് അമ്മയും ജോലിയൊക്കെ ഉണ്ടല്ലോ. ആ, ഇനി പായസം കൂടെ റെഡിയായാ മതി. ബാക്കി എല്ലാം ഓക്കെ. അത് അമ്മയുടെ വകയല്ലേ, സൂപ്പർ ആയിരിക്കും. ലിറ്റിൽ കണ്ണ, പായസത്തിന്റെ പണി കഴിഞ്ഞോ ലിറ്റിൽ കണ്ണ? എന്റെ ലിറ്റിൽ കണ്ണ കളിയാക്കരുത് കേട്ടോ. എന്നാ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നോക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റ് അമ്മ ഇതിന്. അമ്മ എനിക്ക് നോക്കണം. നോക്ക്.
കൊണ്ടേ കൊണ്ടോ. ആ മതി മതി, ടേസ്റ്റ് കുറച്ച് നോക്കാം. എടുത്തോ. നന്നായിട്ടുണ്ട്. ആ ബേട്ടി, ഹിറ്റ്ലർ ഇതുവരെ എഴുന്നേറ്റില്ലേ? ദേമ, എന്റെ ഭർത്താവിന് ചുമ കളിയാക്കരുത് കേട്ടോ. ഹിറ്റ്ലർ എന്ന പേര് എനിക്ക് മാത്രം വിളിക്കാനുള്ളതാ. ആഹാ, മേളം തുടങ്ങി. ആ മുൻപും വന്നിട്ടുള്ളത് ഞാൻ തോന്നുന്നല്ലേ. ആ അവരെന്നെയാ തോന്നുന്നു. ബേട്ടി പിടിക്ക്. ഞാനോ? അതെ, നീ തന്നെ. യു ആർ മരുമോൾ ഓഫ് അമരാവതി. പിടിക്ക് ബേട്ടി, കമോൺ. പിടിക്ക് ബേട്ടി. ഗോ. കത്തിക്ക് മോളെ, കത്തിക്ക്. എന്റെ ഹിറ്റ്ലറേ, അപ്പൊ ഞാൻ പറഞ്ഞാലും കേക്കും. ഭവനെ
തന്നെ വാ. ഇത് ആരൊക്കെ ഇത്? നമസ്കാരം മോളെ. അങ്കിൾ സുഖമായിട്ടിരിക്കുന്നോ? സുഖല്ലേ മോളെ? ഗസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. വാ അകത്തേക്ക് വാ. വരൂ. വാ, അങ്കിൾ. ആരൊക്കെ ഇത്? ആരാ ഏട്ടത്തി അതിഥികള്? ഇതാണ് പ്രിയെ കെട്ടാൻ പോകുന്ന ചെക്കൻ രാജീവ്. ഹായ്. ഇത് മോഹൻ അങ്കിൾ, അച്ഛന്റെ ബാല്യകാല സുഹൃത്താണ്. ഹലോ നമസ്കാരം. ഹലോ ഹായ്. ഇതെവിടെ വെക്കട്ടെ? ഇങ്ങോട്ട് വെച്ചു. അയ്യോ മോരെടുത്തില്ല. അതെവിടെയല്ല, അവിടെ. എനിക്കറിയാം എവിടെയാ വെക്കേണ്ടതെന്ന്. എന്നോടുള്ള വിരോധം ഇനിയും തീർന്നില്ലേ മായേ? പിന്നെ ഊണ് വിളമ്പേണ്ട ചുമതല നിങ്ങൾക്കാ, അറിയാലോ. ആ ശിവ, അമ്മ എവിടെ? അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. എല്ലാരും വിളിക്കേ, ഊണ് കഴിക്കാം. ഞാൻ എന്റെ ഭർത്താവിനെ നോക്കിട്ട്. ഇവിടെ എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റായി. ആ അതെ, വിളമ്പാനുള്ള ചുമതല നിങ്ങൾക്കും കൂടിയാ, അറിയാലോ. ആഹാ, എല്ലാം റെഡി ആക്കിയല്ലോ. എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കാം. കൊള്ളാലോ. ഇത് കണ്ടിട്ട് ആ നോക്കാം. നീയില്ലാത്ത ഓരോ ഓണം കൂടി കടന്നു പോവുകയാണ്. ഒരു മാറ്റവും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ആ ബേക്കറിക്കാരി ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. അവളെ ഒഴിവാക്കാൻ നീ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ഈശ്വരാ, എന്തൊരു ദുഷ്ടനയാള്. ഏത് നശിച്ച നിമിഷത്തിലാണോ എനിക്ക് അവളുടെ അനിയത്തിക്ക് ആ വാക്ക് കൊടുക്കാൻ തോന്നിയത്. ഹലോ ഹിറ്റ്ലറെ, ഞാൻ എല്ലാം കേട്ടു കേട്ടോ. എന്നെ ഒഴിവാക്കാനുള്ള പദ്ധതി ഇതുവരെ നിർത്താറായില്ലേ? ഇല്ല, നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കിയിരിക്കും. അതിനെ നിങ്ങളുടെ സുപ്രിയ ഒരിക്കലും സമ്മതിക്കില്ല. അതെ, എന്നെ ഇറക്കി വിടുന്നൊക്കെ ആലോചിക്കാൻ നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. അവിടെ സദ്യ വിളമ്പി തീരാറായി. വേഗം വാ. ഞാൻ വന്നോളാം, നീ പോയിക്കോ. വേഗം വന്നേക്കണേ. അതെ, ഒരു കാര്യം പറയാൻ മറന്നേ. ഈ ഡ്രസ്സ് നിങ്ങക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്.
കൊള്ളാലോ. കൊള്ളാം പോടാ ഈ മാവേലി. എന്നാ പിന്നെ ഒരു അടിപൊളി ഓണസദ്യ കഴിച്ചാലോ? ഓക്കെ.